നമസ്കാരം. മാന്നാറിൽ സൈക്കിളിൽ നിന്ന് വീണു മരിച്ച അതിഥി തൊഴിലാളിയുടെ ഭാര്യയുടെ മൃതദേഹം ജന്മനാടായ ബീഹാറിൽ സംസ്കരിച്ചു. നിർധന കുടുംബത്തിന്റെ ദുരവസ്ഥ മനസ്സിലാക്കി ആലപ്പുഴ MP KC വേണുഗോപാൽ ഇടപെട്ടതോടെയാണ് മൃതദേഹം വിമാനമാർഗം നാട്ടിലെത്തിക്കാൻ സാധിച്ചത്. ലഡു എന്ന അതിഥി തൊഴിലാളിയുടെ ഭാര്യ സൈറ ഫാത്തൂറാണ് അപകടത്തിൽ മരിച്ചത്. മൃതദേഹത്തോടൊപ്പം ലഡുവിനും 3 മക്കൾക്കും ബീഹാറിലേക്ക് പോകാനുള്ള വിമാന ടിക്കറ്റുകളും KC വേണുഗോപാൽ നൽകിയിരുന്നു. മാന്നാറിലെ ചെന്നിത്തലയിൽ വാടകയ്ക്ക് താമസിച്ച് സ്വകാര്യ ജലവിതരണ ലോറിയിൽ ഡ്രൈവറായി ജോലി ചെയ്യുകയായിരുന്നു ലഡു. അപകടത്തിന് പിന്നാലെ കുട്ടികൾക്ക് ഭക്ഷണം പോലും വാങ്ങാൻ പണമില്ലാതെ വലഞ്ഞ ലഡുവിനെ ജോലി ചെയ്തിരുന്ന കമ്പനി ഉടമയും കൈവിട്ടു. ഭാര്യയുടെ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകണമെന്ന ആഗ്രഹം എങ്ങനെ നടപ്പിലാക്കുമെന്നറിയാതെ വിഷമിച്ചിരുന്ന ലഡുവിന്റെ അവസ്ഥ പ്രാദേശിക കോൺഗ്രസ് പ്രവർത്തകരാണ് MPയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. വിഷയത്തിൽ അടിയന്തരമായി ഇടപെട്ട KC വേണുഗോപാൽ ആശുപത്രി സൂപ്രണ്ടുമായി ഫോണിൽ സംസാരിക്കുകയും ആവശ്യമായ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തു. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കോട്ടയത്തേക്ക് കൊണ്ടുപോയ മൃതദേഹം സ്വകാര്യ ഏജൻസിയുടെ സഹായത്തോടെ എംബാം ചെയ്ത് കൊച്ചി വിമാനത്താവളത്തിലെത്തിച്ചു. മെയ് 1 രാവിലെ 7 മണിക്ക് കൊച്ചിയിൽ നിന്നുള്ള ഇൻഡിഗോ വിമാനത്തിൽ ഹൈദരാബാദ് വഴി പാറ്റ്നയിലേക്കാണ് മൃതദേഹം കൊണ്ടുപോയത്. ബീഹാറിലെ പാറ്റ്നയിൽ മൃതദേഹം എത്തുമ്പോൾ അവിടെ നിന്ന് വീട്ടിലെത്തിക്കാനുള്ള ആംബുലൻസ് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഒരുക്കാൻ ബീഹാർ സംസ്ഥാന കോൺഗ്രസ് കമ്മിറ്റിക്ക് MP നിർദ്ദേശവും നൽകിയിരുന്നു. MPയുടെയും പാർട്ടി പ്രവർത്തകരുടെയും കൃത്യസമയത്തുള്ള ഇടപെടൽ മൂലം സൈറ ഫാത്തുവിന്റെ മൃതദേഹം ബന്ധുക്കളുടെ സാന്നിധ്യത്തിൽ ജന്മനാട്ടിൽ സംസ്കരിക്കാനും സാധിച്ചു. അതിഥി തൊഴിലാളി കുടുംബത്തിന് താങ്ങായി മാറിയ MPയുടെ നടപടിയെ വലിയ കൃതജ്ഞതയോടെയാണ് ലഡുവും കുടുംബവും സ്മരിക്കുന്നത്. സൈക്കിളിൽ നിന്ന് വീണ് മരിച്ച സൈറ ഫാത്തുവിനെ കാണാൻ മന്ത്രി സജി ചെറിയാൻ ആലപ്പുഴ മെഡിക്കൽ കോളേജിലും എത്തിയിരുന്നു. ബുധനാഴ്ച രാത്രി 7:30 സൈറ ഫാത്തൂൻ കോയിക്കൽ ജംഗ്ഷന് പടിഞ്ഞാറുള്ള കോട്ടക്കുഴി കലുങ്ക് റോഡരികിൽ സൈക്കിളിൽ നിന്ന് വീണ് പരിക്കേറ്റത്. തലയ്ക്ക് പരിക്കേറ്റത് സൈറ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ മരിക്കുകയും ചെയ്തു. ഭാര്യയുടെ മൃതദേഹവുമായി മക്കൾക്കൊപ്പം മോർച്ചറിക്ക് മുന്നിൽ കണ്ണീരോടെ നിന്ന ഭർത്താവ് ലഡു മിയാനെ മന്ത്രി സജി ചെറിയാൻ ആശ്വസിപ്പിച്ചു. സ്വകാര്യ ജലവിതരണ ലോറിയിലെ ഡ്രൈവറാണ് ലഡു മിയാൻ. 6 വർഷത്തോളമായി കുടുംബം വിവിധയിടങ്ങളിൽ വാടകയ്ക്ക് താമസിച്ചു വരികയായിരുന്നു. മന്ത്രി സജി ചെറിയാനും സഹായം നൽകി. ഭർത്താവിനും കുട്ടികൾക്ക് ആവശ്യമായ തുണികൾ നൽകുന്നതിന് ക്രമീകരണങ്ങൾ നടത്തി 25,000 രൂപ ചെലവുകൾക്കായി ലഡു മിയാനെ ഏൽപ്പിക്കുകയും ചെയ്തു. തൊഴിൽ വകുപ്പിൽ നിന്നും 50,000 രൂപ നൽകാനുള്ള നടപടിക്രമങ്ങൾക്കായി ഉദ്യോഗസ്ഥരെ ആശുപത്രിയിൽ വിളിച്ചും വരുത്തി. മൃതദേഹം നാട്ടിൽ കൊണ്ടുപോകുന്നതുവരെ താമസിക്കുന്നതിനായി ഭർത്താവിനെയും കുട്ടികളെയും സമീപത്തുള്ള ഒരു ലോഡ്ജിലേക്കും മാറ്റി. ആലപ്പുഴയിലെ പിങ്ക് എന്ന സന്നദ്ധ സംഘടന കുഞ്ഞുങ്ങളുടെ സംരക്ഷണം താൽക്കാലികമായും ഏറ്റെടുത്ു. ഇതിനിടെ KC വേണുഗോപാൽ MP വിമാനത്തിൽ മൃതദേഹം കൊണ്ടുപോകുന്നതിന് ക്രമീകരണം നടത്തുമെന്ന് അറിയിച്ചു. മൃതദേഹം നാട്ടിലെത്തിക്കുന്നതുവരെയുള്ള എല്ലാ ക്രമീകരണങ്ങളും സർക്കാർ മേൽനോട്ടത്തിൽ തന്നെ നടത്തുന്നതിന് കളക്ടർക്ക് നിർദ്ദേശം നൽകിയതായി മന്ത്രി സജി ചെറിയാൻ പറഞ്ഞിരുന്നു. എന്തായാലും അതിഥി തൊഴിലാളികളെ വളരെ സ്നേഹത്തോടെ ആദരിക്കുകയും അവരെ ചേർത്ത് പിടിക്കുകയും ചെയ്യുന്ന സംസ്ഥാനമാണ് കേരളം. ഈ നാട്ടിൽ വന്ന് അതീവ ദാരുണമായൊരു അവസ്ഥയിൽ മരണപ്പെട്ട ഒരു കുടുംബത്തിന്, അനാഥമായി പോകേണ്ടിരുന്ന ഒരു കുടുംബത്തിനെ ചേർത്ത് പിടിക്കുന്ന കേരളത്തെയാണ് നമ്മൾ ഈ വാർത്തയിലൂടെ കാണുന്നത്. എന്തായാലും മന്ത്രി സജി ചെറിയാനും KC വേണുഗോപാലും കൃത്യമായ ഇടപെടലുകൾ നടത്തി മരണപ്പെട്ട യുവതിയെ സ്വന്തം നാട്ടിലെത്തിച്ച് സംസ്കരിക്കുന്ന രീതി ഉണ്ടാക്കിയിരിക്കുന്നു. എന്തായാലും കേരള സ്റ്റോറി ഇതൊക്കെയാണെന്ന് തന്നെ പറയേണ്ടി വരും.